എത്തിപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മളെ ഉരുൾപൊട്ടിയ സ്ഥലത്താണ്. പതുക്കെ പതുക്കെ ഞാൻ സ്വന്തമായിട്ട് യൂട്യൂബ് വേണോ നിങ്ങളൊക്കെ ഒഴിവാക്കി അത് നടക്കും. ഹലോ ഗൈസ്, വെൽക്കം ടു ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല, ചൊരത്തുമ്പോ കാണുന്ന കാഴ്ച. ഇവിടെ ഉണ്ടൊരു എന്താ ഇവിടെ ഒരു കട, ഈ കട ഭയങ്കര ഫേമസ് ആണ്. വേണ്ട പോട്ടെ. ഇതിപ്പോ കാര്യമായിട്ട് തിന്നാവും. ഇതിന്റെ പോകാൻ എനിക്കൊക്കെ പറ്റുന്നില്ല. വണ്ടി അവിടെ എത്തുമ്പോ കറുപ്പോ കിട്ടോ. മരം കയറ്റാൻ പോണ ലോറിയാണ്. മരം കയറ്റാൻ പോയി ചാമ്പാങ്ങാലത്തെ ഇന്റെ വയസ്സുണ്ടാവും ചിലപ്പോ. നിങ്ങളെ വയസ്സാവും, ഇന്റെ വയസ്സൊന്നും ആവൂല. ടാറ്റേന്റെ അതല്ല ഇല്ല അതൊന്നും കോപ്പിയുടെ അല്ല, ഇൻസ്പയർഡ് ആണ്. അപ്പൊ അങ്ങനെ കോപ്പിയുടെ ഒന്നും ആരും പറയില്ല. ഏത് ഡിസൈൻ എടുത്താലും അത് ഇൻസ്പയർഡ്. ഒന്നും കാണുന്നില്ല, ഒടുക്കത്തെ മഞ്ഞാണ്. വാനര സംഘം. കടലാസ് പൂവൊക്കെ ഉള്ളതാണ് കണ്ടെന്ന് പറഞ്ഞു. ചാടി ചാടി ഇവിടെ എവിടെ വണ്ടി നിർത്തിയാണ് ഇതേമാതിരി ഫോട്ടോ എടുത്തിട്ട് പോലീസുകാർ ഫൈൻ ഇട്ടിരുന്നു. വ്യൂ പോയിന്റിലൊക്കെ സ്ഥലം ഉണ്ടല്ലോ, പാർക്കിംഗ് പോയിന്റുകളുണ്ടല്ലോ. ഓ നൈസ്. ഓ എന്താ ഭംഗിയില്ലേ ലൈറ്റ്. അതെവിടെ വെച്ചാ ഇവിടെ തന്നെയാണ് കഴിഞ്ഞ. ഞങ്ങളിപ്പോ എന്താ സൂചിപ്പാറ വാട്ടർഫോൾസ് കാണാന്ന് പറഞ്ഞ് വന്നതാണ്. അപ്പോ എത്തിപ്പെട്ടിരിക്കുന്നത് ഇപ്പോ നമ്മളെ ഉരുൾപൊട്ടിയ സ്ഥലത്താണ്. അറിയിപ്പ്: ഈ പാലത്തിലൂടെ 18 ടണ്ണിൽ അധികം ഭാരമേറിയ വാഹനങ്ങൾ കടന്നു പോകുന്നത് കർശനമായി നിരീക്ഷിക്കുന്നു. ഒരു സ്ഥലം തന്നെ അല്ലാതെയാണല്ലോ വെച്ചാ, ഒരു ഏരിയ മൊത്തം. ഇവിടെ നിന്ന് ഈ ബാരിക്കേഡിന്റെ അപ്പുറത്തേക്ക് നമ്മളെ വണ്ടികൾ അലൗഡ് അല്ല. ഇവരങ്ങോട്ടുള്ള വർക്കേഴ്സാണെന്നാ പറഞ്ഞത്. അവര് മാത്രമേ, അങ്ങനത്തെ വണ്ടികൾ മാത്രമേ അങ്ങോട്ട് വിടുള്ളൂ. ഹായ്, അപ്പോൾ നമ്മൾ ഇന്ന് വയനാട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സൂചിപ്പാറ വാട്ടർഫോൾസ് കാണാനാണ് പോകുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നടക്കാം. ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞില്ലേ. അപ്പോൾ കയറി തുടങ്ങിയിട്ടുണ്ട്. നല്ല കയറ്റമാണെന്ന് തോന്നുന്നു. ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല കേട്ടോ, ഫാമിലി എല്ലാവരും ഉണ്ട്. എല്ലാ PG തന്നെ, എല്ലാ സിറ്റുവേഷനുള്ള സോങ്സ് എൻ്റെ റെഡിയാ. ഇവിടെയും റോപ്പ് വേയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നെന്ന് തോന്നുന്നു. പണി നടന്നുകൊണ്ടിരിക്കുക. സൂചിപ്പാറ വാട്ടർഫോൾസിൻ്റെ ടൈമിംഗ് ആണ് 8 to 5 ആണ്. അതേപോലെ തന്നെ ടിക്കറ്റ് നിരക്ക് ഇങ്ങനെയാണ്. ഒരു ദിവസം 500 പേർക്ക് മാത്രം പ്രവേശനം. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഒരു ദിവസം 500 പേർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ അല്ലേ. സഞ്ചാരികളാണ് ലഹരി വസ്തുക്കൾ, ഭക്ഷണ വസ്തുക്കൾ, പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിക്കരുത്. പ്ലാസ്റ്റിക് അവിടെ ഇട്ട് പോരരുതെന്നാണ് ഉദ്ദേശിച്ചത്. അത് മിക്കവാറും അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അവിടെ കിലോമീറ്ററോളം നടക്കാണ്ട്.
നടക്കാനുള്ളൂ. ഒരുള്ളൂന്നോ? റമ നോക്കി നടന്നു കേട്ടോ. കടുവയും പുല്ലൊക്കെ ഇറങ്ങിയതാണ്. വണ്ടിയിലല്ലേ? മറ്റത് കല്ലേ നോക്കി പൊടിഞ്ഞിട്ട് ഇവിടെ ഇവിടെ കല്ലേന്നോ? യൂട്യൂബിലുണ്ടായിരുന്നു. എങ്ങനെ ഫുള്ള് എങ്ങനെ ഇതുണ്ടാവണം? ഇവര് ചെലപ്പോ ക്ലീൻ ചെയ്യുന്നുണ്ടാവും. റെഗുലർ ആയിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ടോ? അവിടെ വെച്ചിരിക്കും. അവിടെയുള്ള ടോയ്ലറ്റ്സ് ഒക്കെ നല്ല ക്ലീനാ. പ്ലാസ്റ്റിക് ആ അപ്പൊ എന്തായാലും തലർച്ചവന്മാരുണ്ടാവില്ല എല്ലായിടത്തും. മലയാളിടാ നോക്കണം പറഞ്ഞ അവര് എത്ര എഴുതിയാണ്ട് നോക്കാം. അവരിപ്പോ നമ്മള് വരുന്നവര് ശ്രദ്ധിക്കാന്നല്ലാതെ. ഇത് പ്ലാസ്റ്റിക് നിരോധന മേഖലയാണ്. ഇവര് നല്ലോണം ക്ലീൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ആളുകൾ എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നാണ്ട് പ്ലാസ്റ്റിക് നടന്നുണ്ട്. ഇരിക്കണേ ഇരിക്കാച്ചാ. പതുക്കെ ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ടൊക്കെ പോവാം. നല്ല രസമുണ്ട് സ്ഥലം. ചൊരി വൃത്തിയാക്കാണ്. ഒരുപാട് സ്റ്റാഫും ഉണ്ട് അവർക്ക്. ഇവിടെ ഓരോ സ്ഥലത്തും ഇരിക്കാനുള്ള ഏരിയ ഒക്കെ ഉണ്ട്. ആ ഈ മരങ്ങളൊക്കെ അവിടെ ഉണ്ടടാ. അവിടെയൊക്കെ അശോക, മത്തി, അഖിലോ അഖിലറിഞ്ഞു മരം പാറങ്ങയിലഞ്ഞി. ഭൂമിയിലാണ് വനം വന്യജീവി നിയമങ്ങൾ കർശനമായി പാലിക്കുക. നമ്മള് റെഡിയാണല്ലോ. VSS ഗൈഡുമാരുടെയും വനപാലകരുടെയും നിർദ്ദേശങ്ങൾ പാലിക്കുക. വെയിലില്ലാത്തോണ്ട് നല്ല. പിന്നെ മാത്രല്ല നല്ലോണം വൃത്തിയാക്കി കൊണ്ടുനടക്കുന്നുണ്ട്. ആ ഇതിന് പിന്നെ കുഴങ്ങി കഴിഞ്ഞാൽ പിന്നെ നടക്കാനുള്ള ആഗ്രഹമൊക്കെ തീരും. ആര് ആരാ റിസർവ് ബാങ്ക് ആണ്. റിസർവ് ബാങ്ക് എനിക്ക് മൂന്നേട്ടോ താനായും തോന്നുന്നു. വെള്ളത്തിന്റെ സൗണ്ട് കേട്ടോണ്ടിരിക്കുന്നുണ്ട്. പറയുന്ന എന്താണ് കാണുന്ന ഒരു കല്ലിൽ നിന്നും അടുത്ത കല്ലിലോട്ട് നടക്കുന്ന പോലെയാണിത്. ഇന്ന് സൂചിപ്പാറയിൽ നടന്നത്. എല്ലാരും നടന്നുകൊണ്ടിരിക്കുന്നതായി. ഫുൾ ഓഫ് റോഡിങ് ആണ്. കണ്ടോ? ഒരു കല്ലിൽ നിന്ന് ഒരു കല്ലിലോട്ട്. ചെറുപ്പക്കാർക്ക് നടന്ന സംഭവം. ചെറുപ്പക്കാരല്ല, ഒരു ചെറുപ്പക്കാരൻ. രണ്ട് ചെറുപ്പക്കാർക്കും ഒരു 2 വയസ്സായ തന്ത വൈബിൽ നടക്കുന്നത്. 2 വയസ്സായ തന്തമാരും ഒരു അല്ല 2 ഹസ്ബൻഡ് ആൻഡ് വൈഫ് തന്ത വൈബിൽ നടക്കുന്നതും ഒരു ചെറുപ്പക്കാരൻ സിംഗിൾ. എടാ വെള്ളത്തിന്റെ സൗണ്ട് കേൾക്കലാണെങ്കിൽ കൊറേ നേരം അങ്ങോട്ട് എത്തുന്നില്ലല്ലോ. നോക്കി നടക്ക്. അല്ല ഈ ചുബല് ഇവിടെ വെള്ളം കിട്ടും പറഞ്ഞത് അത് എവിടെ? പിന്നെ അതിന് നിർത്തോണ്ട് കുടിക്കാൻ പറ്റും? നിങ്ങൾ എന്തീ പറയുന്നത്? പക്ഷെ ഇവിടെ എല്ലായിടത്തും ഇതുണ്ട് കേട്ടോ. ടോയ്ലറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഉണ്ട് കേട്ടോ ഒക്കെ. അല്ല എന്നാലും അത് നല്ല കാര്യല്ലേ? ഇവിടെ ഇത് കടുവല്ല, കുറുവായലന്റെ നദിന്. നല്ല രസായില്ലേ? ഓ സ്റ്റെപ്പ് ഈ ഇറങ്ങിപ്പോണ സ്റ്റെപ്പൊക്കെ എനിക്ക് കേറി വരണല്ലോ. അതാണ് ഞാൻ ആലോചിക്കണേ. ഇവിടെ കല്ലോ
ആ ഒരു ഫ്ലോയിലാണ് പോയി അവിടെ എത്തുന്ന എഴുതിയിട്ടാണ്. വലിയ വീതിയുള്ള വഴിയിൽ നിന്ന് നമ്മൾ ഇടുങ്ങിയ വഴിയിലോട്ട് പോകുന്നു. എനിക്ക് തോന്നണില്ല അവിടെ വെള്ളത്തിൽ ഇറങ്ങാനായിരിക്കും തോന്നണില്ല. പിന്നെ അയാളൊക്കെ നനഞ്ഞിട്ടാണല്ലോ സമ്മതിക്കാത്തോണ്ടാവും. പക്ഷെ ആൾക്കാരിപ്പോ അങ്ങനെയാണെങ്കിലും ഇറങ്ങൂലേ. അവിടെ ആളുണ്ട്, വാ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ആ നിക്ക്. അപ്പൊ ഗായ്സ് നമ്മൾ അങ്ങനെ വാട്ടർഫാൾസിന്റെ അവിടെ എത്തി. ഓ വെള്ളം കുറവാണെന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും വാട്ടർഫാൾസ് നമുക്ക് കാണാം. ഉണ്ട്, ആളുകൾ ഇറങ്ങിയിട്ടുണ്ടാകണം. അങ്ങോട്ടൊക്കെ ഇറങ്ങാം. തൊട്ടിച്ചാടുന്നില്ല. ഏതളകണ്ട് ഇതെങ്ങാനും ചാടി എൻ്റെ അച്ഛനും അമ്മേനോടും പറയണം. ആർക്ക് കുട്ടികളെ എനിക്ക് കൈവരില്ല. അതിന്റെ ചോട്ടിൽ ആളുണ്ടോ? അല്ല അതിന്റെ ചോട്ടിൽ ആളുണ്ടോ? താഴത്തേക്ക് അതാ നോക്കാത്ത കൂടെ എനിക്കിതില്ല നടക്കാൻ പേടിയാ. അമ്മ ഇതാണ് ഇതിന്റെ താഴോട്ടുള്ള വ്യൂ. നല്ല താഴത്ത് ഇതിന്റെ ചോട്ടിലൂടെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടോ? വാട്ടർഫാൾസിന്റെ അവിടെ പോയിട്ട് അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ നല്ല സുഖമായിരുന്നു. തിരിച്ചു കയറാൻ അത്യാവശ്യം നല്ല ക്ഷീണിക്കും. കാരണം അത്യാവശ്യം ദൂരമുണ്ട്, പിന്നെ സ്റ്റെപ്പ് ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടും. അങ്ങോട്ട് ഇറങ്ങാൻ നല്ല സുഖമായിട്ട് ഇറങ്ങിപ്പോവാം. പതുക്കെ പതുക്കെ സ്റ്റിയറിംഗൊക്കെ മാനേജ് ഇതിന് ഓണില്ലല്ലോ. പോകും. അപ്പൊ നമ്മളങ്ങനെ ബഗ്ഗി റൈഡൊക്കെ കഴിഞ്ഞ് അവിടുന്ന് പോന്നു. ഇനി ഫുഡ് കഴിക്കണം. അപ്പോൾ 1980s പോകണമെന്നാണ് പറയുന്നത്. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബഗ്ഗി റൈഡ് ഏതായാലും അടിപൊളിയായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ലച്ചു വണ്ടി അടിപൊളിയായിരുന്നു. നമുക്കൊരു ഓഫ് റോഡ് ചെയ്യുന്ന ഫീലൊക്കെ ഉണ്ടാവും. പക്ഷെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ, ഒരു 3 കിലോമീറ്ററോളം ഉള്ളൂ. എന്നാലും അടിപൊളിയാണ്. ഇവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ബ്ലോക്കും ഉണ്ട്. നല്ല പൊടിയാണ്. പിന്നെ നമ്മളവിടുത്തെ ഒരു സ്വഭാവമാണ് ആൾക്കാർക്ക്. എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ ഏതെങ്കിലും ഒരുത്തം വന്ന് കയറിയാണ്ട് കുത്തിക്കൊള്ളിച്ച് വരും. അതെല്ലായിടത്തും ഉള്ളൊരു സംഭവമാണ്. റോട്ടിലിപ്പോൾ നല്ല ഫോഗി എഫക്റ്റാണ്. പൊടി വന്നിട്ട് മഞ്ഞ് കാണാൻ പറ്റിയില്ലെങ്കിൽ നല്ല ഫോഗ് ഉണ്ട്. ഏതായാലും വയനാട്ടിലോട്ട് ട്രിപ്പ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് എപ്പോഴും ഉണ്ടാവും. ഇപ്പം എല്ലായിടത്തും റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റോഡ് വളരെ മോശമാണ്. ഇതാണ് അവസ്ഥ. അപ്പം ഞങ്ങളവിടെ സൂചിപ്പാറ പോയപ്പോഴും ഇതേ അവസ്ഥ തന്നെയാണ്. റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഹോട്ടലിലെത്തി. Your destination is on the right. ഉള്ളിലോട്ട് പോയി നോക്കാം. കേറിങ്ങളേ
എന്താ കയറാൻ മടിച്ചിക്കണ്? കേട്ടില്ല. എന്താണ് 10,000? അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പൂക്കോട് ലേക്കിലാണ്. ഇപ്പോൾ ബോട്ടിങ്ങിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തിരിഞ്ഞോ? വയലിൽ പോകണ്ടായിരുന്നോ? ഇത് പായലല്ല, ഒരു പ്രത്യേക അക്വേറിയം പ്ലാന്റ് ആണ്. അക്വേറിയത്തിലിടുന്ന ചെടിയാണ്. അല്ല, ഇതിങ്ങനെ വെള്ളത്തിലുണ്ടാവുന്ന ഒരു ചെടിയാണ്. അതാ ചെറിയ മുട്ട കണ്ടില്ലേ? ഇതിപ്പോ അടഞ്ഞതാ. ശരിക്കും നല്ല വെയിലുള്ള സമയത്ത് ഉച്ച സമയത്ത് ഫുള്ളായിട്ട് വരും. മാറ്റ് വിരിച്ചിട്ട പോലെ ഉണ്ടാവും. ഇത് മഴ പെയ്തുള്ള വെള്ളമാണ്. അല്ല, ഇത് ഫുള്ള് ഉറവുള്ളതാണ്. ഉറവയാണ്, ശുദ്ധജലമാണ്. ഇത് കുടിക്കാൻ പറ്റുന്ന വെള്ളമാണ്. ഇതിന്റെ അടുത്ത് തന്നെയാണ് അപ്പം ബാണാസുര ഡാം? അല്ല, ബാണാസുരക്ക് ഇവിടുന്ന് 25 കിലോമീറ്റർ. ഓ, നല്ല ആഴമുണ്ടോ അപ്പോൾ? ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഏകദേശം 40 അടിൻ്റെ വരെ താഴ്ചയുണ്ട്. ഓ, ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് അണ്ടറിൽ വരുന്ന തടാകമാണ്. ഓ, ഇതിൽ ട്രൈബൽസിന് മാത്രമേ ഫിഷിങ് അലൗഡ് ഉള്ളൂ. ചൂണ്ടയിട്ടിട്ട് അവർ നിത്യോപയോഗത്തിന് പിടിക്കാം, അവർക്ക് പിടിക്കാം. അല്ലാതെ ഇത് സെയിലിന് വേണ്ടി ചെയ്യുന്ന? ഓക്കെ. 25 കിലോ വെള്ളം ഒരു മീൻ. ഓ, റോഹ്, കട്ട്ല ഒക്കെ ഉണ്ട്. ഇതിപ്പോ ഗവൺമെന്റ് തന്നെയാണ് ചെയ്യുന്നൊക്കെ? ഗവൺമെന്റിന്റെ അണ്ടറിലുള്ളതാണ്. ഈ ബോട്ടിങ്ങും കാര്യങ്ങളും ടൂറിസം ഡിപ്പാർട്ട്മെന്റാണ്. ലൈക്ക് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ബാക്കിയുള്ള ഈ ചുറ്റുവട്ടം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. 3 ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് കൈകാര്യം ചെയ്യും. അപ്പൊ ഇവിടെ ട്രൈബൽസ് ആളുകൾ താമസിക്കുന്നില്ല? ട്രൈബൽസിന് ഗവൺമെന്റ് പതിച്ചു കൊടുത്തിരിക്കുന്ന സ്ഥലങ്ങൾ. ഇത് ഫോറസ്റ്റ് ആണ്. വെള്ളം, കറണ്ട് എല്ലാം ഫ്രീ ഉണ്ട്. അവർക്ക് പെർമിഷന്റെ ആവശ്യമില്ല. ഫോറസ്റ്റിൽ കയറണമെങ്കിൽ പെർമിഷൻ ഇല്ലാതെ കയറാം. നമുക്ക് ഫോറസ്റ്റിൽ കയറണമെങ്കിൽ പെർമിഷൻ വേണം. ഈ റോഡിന്റെ സൈഡിലൂടെ ഇങ്ങനെ ഒരു കല്ലിൻ്റെ ഇത് കെട്ടിച്ച് ജണ്ടാന്നാ പറയാ, വലിയ അതിര് തിരിക്കുന്ന സംഭവം. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റും. അവര് മാത്രമേ പോവുള്ളൂ. നമ്മൾ ഇൻ കേസ് അതിൻ്റെ ഉള്ളിൽ അവര് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് കേസ് ചാർജ് ചെയ്യാനുള്ള പെർമിഷൻ. അപ്പൊ അവർക്ക് ജോലി ചെയ്യാനൊക്കെ ഇങ്ങോട്ട് വരും? ജോലി ചെയ്യണമെങ്കിലൊക്കെ? അല്ല, അവർക്ക് റോഡും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. അവരെ വീട്ടിലേക്ക് KSRTC സർവീസും എല്ലാ സർവീസും. അവർ മീൻ പിടിക്കാനൊക്കെ ജസ്റ്റ് ഇങ്ങനെ അല്ലാതെ അവർക്ക് സഞ്ചരിക്കാനുള്ള റോഡുകളെല്ലാം ഉണ്ട്. സാധാരണ പോലെ തന്നെ ഇപ്പൊ എല്ലാവരും നമ്മളെ ഗവൺമെന്റ് സർവീസിലൊക്കെ ഒരുപാട് ആളുകളുണ്ട്. പോലീസിലും അതേപോലെ ഈ താലൂക്കിലും വില്ലേജിലും സർവീസിൽ ചെയ്യും. അവർക്ക് അവസരങ്ങളുണ്ട്. അത് യൂസ് ചെയ്യുന്ന ആളുകളൊക്കെ നല്ല രീതിയിലെത്തും. പിന്നെ വണ്ടി, കാറുകളും ബൈക്കുകളൊക്കെ ഉഷാറാക്കി. കുറെ വിഭാഗം ആളുകളുണ്ട് അവരിതിൽ. ഈ പണിയരി, കുറിച്ചേരി, ഇതിൽ കുറഞ്ഞ വിഭാഗം ആളുകളുള്ളൂ മനുഷ്യന്മാരായിട്ടൊന്നും ഒരു ബന്ധമില്ലാതാണ്. ബാക്കിയുള്ളവരൊക്കെ അപ്ഡേറ്റഡ് ആണ്. ഇപ്പോഴും അങ്ങനെയുള്ളവരുണ്ട്. ബാക്കിയുള്ള ആളുകളൊക്കെ നമ്മളത് നമുക്ക് ചെല്ലാൻ പറ്റത്തില്ല. ആർട്ടിഫിഷ്യലായിട്ട് മണ്ണ് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്
ഒരു മലയുടെ ഏറ്റവും മുകളിലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. അവിടേക്ക് എൻട്രി ടൈമിൽ ഇനി കിട്ടില്ല. രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെയാണ് അവിടെ എൻട്രൻസ്. അത് അവരുടെ ജീപ്പിൽ അവർ കൊണ്ടുപോയി. നമ്മളെ പ്രൈവറ്റ് വണ്ടികൾക്കൊന്നും അങ്ങോട്ടേക്ക് നമ്മൾ പാർക്കിങ്ങിൽ വെച്ച് കഴിഞ്ഞാൽ അവർ ജീപ്പിൽ നമ്മൾ കൊണ്ടുപോയി തിരിച്ചിവിടെ കൊണ്ടുപോയി. അവിടെ ഒന്നും ആഴല്ല. അവിടെ ഏകദേശം ഒരു 10 അടി 12 അടി താഴ്ചയുണ്ടാവും സൈഡിൽ. പിന്നെ എങ്ങനെ ഉള്ളത്? അത് ഓട ഇട്ട് കൊടുക്കുന്നത് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇത് ഈ മലയുടെ ചെരിവല്ലേ, ഇതിങ്ങനെ ചെരിവ വരുന്നത്, എല്ലാ ചെരിവ്. അപ്പോൾ സെൻറ്ററിലേക്ക് താഴ്ച കൂടുതൽ, സൈഡിൽ നിന്ന് ഇങ്ങനെ താഴ്ച കുറഞ്ഞ പക്ഷെ ഇത് ഫുള്ളായിട്ട് വിരിയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവില്ല. ഇത് നാച്ചുറൽ ലൈക്കാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഇന്ത്യയുടെ മാപ്പില്ലേ അതിൻ്റെ അതേ ആകൃതിയിലായി തടാകം ഉള്ളത്. PSC എക്സാമിനൊക്കെ ഇടയ്ക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. പിന്നെ ലോകത്തിലേക്ക് തന്നെ അപൂർവ ഇനം മീനുകളുണ്ടെന്ന് പറയുന്നത് ഈ തടാകത്തിൽ. അതുകൊണ്ടാണ് ഈ പായലൊന്നും മെഷീനുകളൊന്നും വെച്ച് ക്ലീൻ ചെയ്യാൻ കഴിയില്ല. ആ സമയത്ത് മീനുകൾക്ക് വംശനാശം സംഭവിക്കുന്നുള്ളൂ. അമ്പലുണ്ടായില്ലേ? ചെറിയ അമ്പലല്ലേ? അമ്പലം അത്ര തന്നെ അല്ലേ? അത്ര എല്ലാ അമ്പലം ഒരേപോലെ അല്ലല്ലോ. ഇതിലും ചെറുതാണ്. വൈറ്റ് കളർ ഉണ്ട്. പക്ഷെ ഇതിലുണ്ടോ വൈറ്റും? വൈറ്റില്ല. ഇല്ല. ഈ കളർ ഇവിടെ നിറയെ ആമ്പലുകളായിരുന്നു. ഈ പായലിങ്ങോട്ട് കയറിയ സമയത്ത് ഈ ആമ്പലുകളെല്ലാം നശിച്ചു പോകും. അല്ലെങ്കിൽ ഭാഗത്തേക്ക് വരുമ്പോൾ നല്ലൊരു സ്മെല്ലായിരുന്നു. ഈ ആമ്പലിന് പ്രത്യേക സ്മെല്ല്. പോലീസുകാരെ നോക്കണേ. അതാ കുഴപ്പമില്ല. അപ്പോൾ നമ്മളങ്ങനെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നിങ്ങളെ അഭിപ്രായങ്ങളപ്പോൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ.